ഇവിടെ ഒരുപാട് സുന്നി പള്ളികളുണ്ടല്ലോ, APEK സുന്നികളുണ്ടല്ലോ. ആ ഉസ്താദിന്റെ സന്നിധാനത്തിൽ ചെന്നിട്ട് മക്കളെ അടിവരയിട്ടോ, ഉസ്താദേ ഉസ്താദേ ളുഹർ നിസ്കരിക്കേണ്ടത് എങ്ങനെ ബുഖാരിയിൽ നിന്ന് പഠിപ്പിച്ചു തരുമോ, മുസ്ലിമിൽ നിന്ന് പഠിപ്പിച്ചു തരുമോ, അബൂദാവൂദിൽ നിന്ന് പഠിപ്പിച്ചു തരുമോ? അവിടെ പഠിപ്പിക്കാൻ രേഖയുണ്ട്. ഉസ്താദേ ചെറിയ പെരുന്നാളിന് ഭക്ഷണം കഴിക്കണമോ കഴിക്കണ്ടേ? ചെറുതായിട്ട് ഭക്ഷണം കഴിക്കണം, കുടിക്കണം, പുതുവസ്ത്രം ധരിക്കണം, സുഗന്ധം പൂശണം, തക്ബീർ ചൊല്ലി ഈദ്ഗാഹിലേക്ക് പോകണം, അവിടെ 2 റക്അത്ത് നിസ്കരിക്കണം, ഇമാമിന്റെ ഖുതുബ കേൾക്കണം, വ്യത്യസ്ത വഴികളിലൂടെ പോരണം, സദഖ ചെയ്യണം. ഇതൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്. ബലിപെരുന്നാളിൽ എന്ത്? എല്ലാം ഹദീസിലുണ്ട്. ഉസ്താദിനോട് ചോദിക്കി, റബീഉൽ അവ്വൽ 12 ഒരു പ്രത്യേക ദിവസം നബിദിനത്തിന്റെ ഭാഗമായി ചെല്ലേണ്ട ദിക്ർ ഏത്, ചെല്ലേണ്ട ഇബാദത്ത് ഏത്, ചെയ്യേണ്ട കർമ്മമേത്? ബുഖാരിയിൽ നിന്ന് ഉദ്ധരിക്കൂ, മുസ്ലിമിൽ നിന്ന് ഉദ്ധരിക്കൂ, അബൂദാവൂദിൽ നിന്ന് ഉദ്ധരിക്കൂ. ഇല്ല പ്രിയപ്പെട്ടവരെ, നബി ജനിച്ച ദിവസം തിങ്കളാഴ്ചയാണ്, അന്നാണ് നബിയായത്, അന്നാണ് ഖുർആൻ അവതരിച്ചത്. അന്ന് നോമ്പ് നോൽക്കാനല്ലാതെ ഇന്നിവർ കാണിക്കുന്ന ഏതെങ്കിലും ഒന്നിന് ഹദീസുകളിൽ കൽപ്പനയില്ലെങ്കിൽ എങ്ങനെ പെരുന്നാൾ ആഘോഷിക്കണമെന്ന് പഠിപ്പിച്ച ഹദീസ്, എങ്ങനെ നോമ്പ് നോൽക്കണമെന്ന് പഠിപ്പിച്ച ഹദീസ്, എങ്ങനെ സക്കാത്ത് കൊടുക്കണമെന്ന് പഠിപ്പിച്ച ഹദീസിൽ നബി ഇത്ര മഹാനായിട്ട് പോലും ആ നബിയുടെ ജന്മദിനം കൊണ്ടാടുന്നതിനെ കുറിച്ച് പരാമർശമില്ലെങ്കിൽ അവരാരും നബിയെ സ്നേഹിക്കാത്തവരാണ് എന്ന അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്, നിങ്ങൾ പഠിക്കേണ്ടതാണ്.